പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. കാസർഗോഡ് നായയുടെ ആക്രമണത്തിൽ 21 പേർക്ക് കടിയേറ്റു. നെല്ലിക്കുന്ന കടപ്പുറത്ത് നിന്നാണ് നായയുടെ ആക്രമണം ഉണ്ടായത്. നായ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ജോസഫ് അഗസ്റ്റിനാണ് കാസർഗോഡ് നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ജോസഫ്, തെരുവുനായ വലിയൊരു പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണോ ഇപ്പോൾ? എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ഈ തെരുവുനായയെ കണ്ടുകിട്ടിയോ? കാളിദാസ്, കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഈ നായയുടെ ആക്രമണം തുടരുകയാണ് എന്നാണ് നാട്ടുകാർ പ്രധാനമായും പരാതിപ്പെടുന്നത്. ഈ നായനെ ഇതുവരെ കണ്ടെത്തുവാനോ അതിനെ പിടികൂടുവാനോ ഇതുവരെയും ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലായി നെല്ലിക്കുന്ന് കടപ്പുറത്തെത്തിയവരെയാണ് നായ പ്രധാനമായും ആക്രമിച്ചിട്ടുള്ളത്. ഇന്ന് പുലർച്ചെയും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും നിലവിൽ പരിക്കേറ്റവർ മുഴുവൻ ആശുപത്രിയിൽ ചികിത്സ തേടിയവർ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ നായനെ പിടികൂടണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് നാട്ടുകാർ. ഈ നായയ്ക്ക് ഈ പേവിഷ ബാധ ഏറ്റിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് വലിയ രീതിയിലുള്ള ആശങ്കകൾക്ക് വഴിവെക്കുന്നത്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ഇത്തരത്തിൽ നായയെ പിടികൂടണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് നെല്ലിക്കുന്ന് കടപ്പുറത്താണ് ഇത്തരത്തിൽ ഈ നായയുടെ ആക്രമണം തുടർച്ചയായ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാർ സൂചിപ്പിക്കുന്ന പ്രകാരം ഒരു നായ തന്നെയാണ് ഈ ആക്രമണങ്ങൾ മുഴുവൻ നടത്തിയത്. എല്ലാ ആളുകളും പറയുന്നത് ഇത്തരത്തിൽ ഒരേ സാമ്യമുള്ള ഒരു നായയെ കുറിച്ചാണ്. എന്തായാലും ഇത്തരത്തിൽ ജനപ്രതിനിധികൾ, നാട്ടുകാരും അടക്കം ഇപ്പോൾ ഈ നായയ്ക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികൃതരും ഈ വിഷയത്തിൽ ത്വരിതഗതിയിൽ തന്നെ തീരുമാനമെടുക്കണം. ഇത്രയും വേഗം നായയെ പിടികൂടണം. ഇതിനെ ടെസ്റ്റിന് വിധേയമാക്കി പേവിഷബാധ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരിക്കണമെന്നാണ് ഇപ്പോൾ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കാളിദാസ്. ശരി, ജോസഫ് അഗസ്റ്റിനാണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ നൽകിയത്. തെരുവുനായയുടെ ആക്രമണത്തിൽ കാസർഗോഡാണ്. ആക്രമണത്തിൽ 21 പേർക്കാണ് കടിയേറ്റത്. നായ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാസർഗോഡ് നിന്നും ജോസഫ് അഗസ്റ്റിൻ വ്യക്തമാക്കുന്നത്.